ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ നമ്മുടെ പാർട്ട് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ കുറച്ച് ആകാംക്ഷാഭരിതമായ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിങ്ങളുടെ ഇട്ടിട്ട് പോയതല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എൻഡ് ചെയ്യുന്നതായിരിക്കും. ആകാംക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്. ഇനി എല്ലാം ഒറ്റയടിക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ആരുടെയെങ്കിലും ലൈഫുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല, കഥയുടെ മാത്രം മിസ്റ്റേക്കുകളാണ്. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ എടുത്ത് പറയാത്തതിൻ്റെ കാരണം പലരും ചോദിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റാണോ കഥയാണോ? ഇതൊരാളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ടിട്ടുള്ള ഒരു പെൺകുട്ടീൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ പാർട്ട് 3 പോവുകയാണ്. ഇന്നലെ ഞാൻ നിർത്തിയത് കഴുത്തിന് കുത്തിക്കയറി പിടിച്ചതാണ്. നിന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച സ്ഥലത്താണ് ഞാനിത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ കഴുത്തിന് കുത്തിക്കയറി പിടിച്ചു. ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചു. നമ്മളാണെങ്കിലും പേടിക്കും. അർദ്ധരാത്രിയാണ്, ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനത്തെ സീനൊക്കെ ഇടുന്ന സമയത്ത് നമ്മളായാലും പേടിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ഓണർ എന്ന് പറഞ്ഞ ലേഡി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പിറ്റേ ദിവസം ഇവളോട് മിണ്ടിയില്ല. അപ്പോൾ ഈ ഒരു കമ്മിങ് 1 വീക്കിനുള്ളിൽ ഈ പെൺകുട്ടിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സാലറിയുള്ള നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവള് ഈ ഓണറിനോട് ഈ കാര്യം പറയുകയും എനിക്ക് ഇന്ന പോലൊരു സ്ഥലത്ത് നിന്ന് ജോലി ഓഫർ വന്നിട്ടുണ്ടെന്ന് പറയുകയും ആ സമയത്ത് ഓണർ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, നിനക്ക് ഇവിടുന്ന് പോകണോ? ഈ കാര്യങ്ങളൊന്നും ഈ ഓണറിന് പുള്ളിക്കാരനെ വിടുന്നതിനുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, കാരണം കുറേ രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ ഈ പെണ്ണ് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ രഹസ്യങ്ങളൊക്കെ അങ്ങാടിപ്പാട്ടാവും. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞു വിടാൻ വേണ്ടി മടിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഈ പെൺകുട്ടി പറയുന്നൊരു വോയിസ് ഉണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അങ്ങനെ ഈ പെൺകുട്ടി പോകണമെന്ന് വാശി പിടിക്കുന്ന സമയത്ത് അഥവാ രഹസ്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു മുൻകരുതൽ എന്നോണം നമ്മുടെ ഈ ഓണർ എന്ന് പറയുന്ന ലേഡി ഒരു പേപ്പറിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് നട്ടപാത്രത്തിൽ പോയിട്ട് ഈ പെൺകുട്ടീനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിടിപ്പിക്കുന്നത്? എന്ത് കാര്യങ്ങളാണെന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ മേ ബി അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പം പല സ്ഥാപനങ്ങളിലും പല റൂൾസ് കുറേ പേര് പറയുന്നുണ്ടല്ലേ. അതുപോലെ ഈ പെണ്ണുങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു നിയമാവലി അതിൽ ഇവളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി ഈ പെൺകുട്ടി പറഞ്ഞ വോയിസ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഇവർ എൻ്റെ അടുത്ത് ഈ രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പല സ്ഥാപനങ്ങളിൽ നിന്നും ആ മാർക്കറ്റിനകത്ത് തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാനൊരു ഓണറിനെ പോലല്ലല്ലോ കാണുന്നത്, ഒരു സ്വന്തം ചേച്ചിയെ പോലെ കണ്ടതുകൊണ്ട് തന്നെ ഇവരോട് പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ അടുത്ത് ഞാൻ വരുന്ന വഴിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഇത്ര രൂപ സാലറി, 10,000 രൂപ സാലറി, ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും 10,000 രൂപ സാലറി കൂട്ടിത്തരാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പം ഇതിപ്പോൾ 2-3 സ്ഥാപനത്തിൽ നിന്ന് മാർക്കറ്റിനകത്ത് തന്നെ വന്നായിരുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ പുള്ളിക്കാരടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ പോകാനാണെങ്കിൽ എനിക്ക് അല്ലാണ്ട് ഇവരെ അറിയിക്കാണ്ട് പോകുമായിരുന്നല്ലോ. പക്ഷേ സ്വന്തം ചേച്ചി കണക്ക് കണ്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളും എന്നെ ജോലിക്ക് വിളിച്ച കാര്യങ്ങളും ആ സ്ഥാപനവും എത്ര രൂപ തരാമെന്നാണ് പറഞ്ഞത്, ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ പുള്ളിക്കാരടുത്ത് അങ്ങോട്ട് എന്ന് പറയുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി ഇത്ര സാലറി കൂടുതൽ കിട്ടുമെന്ന് പറയുന്നു, അങ്ങോട്ട് പോവുമോ എന്നുള്ള ടെൻഷനായി. പിന്നെ പുള്ളിക്കാരിക്ക് എന്നെ മനസ്സിലിട്ട് ഇതാക്കി, ഇനി പോകും, ഇനി പോയി കഴിഞ്ഞാൽ എൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്തറിയും എന്നുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് തന്നെ ഉണ്ടായിട്ടാണ് പുള്ളിക്കാരി എന്നെ വന്നിട്ട് ഒരു 200 രൂപ പത്രം കൊണ്ട് അതിനകത്ത് എഴുതി മേടിച്ചു. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് വന്നിട്ട് രാത്രി എന്നെ കൊണ്ട് പത്രത്തിൽ എഴുതി മേടിച്ചു. അവരെന്തൊക്കെയോ അന്ന് പറഞ്ഞു, കുറേ ഇവർക്ക് യാതൊരു ഉപദ്രവവും പുറത്ത് പോയതിന് ശേഷം ഉണ്ടായില്ല, ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു വിധത്തിലും ഉപദ്രവം ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നുവെച്ചാൽ ഇവരുടെ രഹസ്യങ്ങൾ പുറത്ത് പറയത്തില്ല എന്ന് എഴുതി പെടത്തില്ലല്ലോ, പക്ഷേ അതിനെ ഇൻഡയറക്റ്റ് ആക്കി ഇങ്ങനെ കുറേ എന്നെ കൊണ്ട് തന്നെ എഴുതി വെപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതിന് ഇങ്ങനെയൊക്കെ എഴുതുമെന്ന് വെച്ചപ്പോഴത്തേക്കും ഇത് എഴുതിയേ പറ്റത്തുള്ളൂ, അപ്പം നിനക്ക് എന്തോ ഇതുണ്ട്, അല്ലെങ്കിൽ ഞാൻ എഴുതാൻ പറഞ്ഞ എന്തുകൊണ്ട് നിനക്ക് എഴുതാൻ പറ്റാത്ത? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യമില്ലല്ലോ, അപ്പം നിനക്ക് എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് നീ എഴുതാത്തത്, അപ്പം നിനക്ക് എന്തോ കള്ളത്തരം ഉണ്ടോണ്ടല്ലോ നീ എഴുതാത്തത്, അപ്പം പിന്നെന്താ നീ എഴുതിയാന്നൊക്കെ അപ്പം എന്നാൽ പിന്നെ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എഴുതി. പക്ഷേ എഴുതിയപ്പോൾ അവർ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ എഴുതി കൊടുത്തപ്പം ഞാൻ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിച്ചിട്ട് പുള്ളിക്കാരി എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി മേടിച്ചപ്പോഴത്തേക്ക് എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഞാനത് എഴുതി കൊടുത്തത്.
ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് കഥ. ഇങ്ങനെ ഈ ഒപ്പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഉറക്കത്തിൽ നട്ടപ്പാതിരയ്ക്ക് അർദ്ധരാത്രി ഇങ്ങനെ 10 മണി 11 മണിയൊന്നുമല്ല, 2 മണി 3 മണി സമയത്ത് ഒന്നും കൂടി ഈ ഓണർ എന്ന് പറയുന്ന ലേഡി ഈ പുള്ളിക്കാരി പെണ്ണിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുകയും 1 വീക്കിന് മുന്നേ കാണിച്ച സെയിം കാര്യം, നിന്നെ ഇപ്പോൾ കൊല്ലൂടി എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്യും. ഇവള് മുന്നേ പേടിച്ചതിനേക്കാളും അതിഭീകരമായിട്ട് ഒന്നും കൂടി പേടിച്ചു. കാരണം ഇത് രണ്ടാമത്തെ അനുഭവമാണ്. അപ്പോൾ ഇവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇവള് ശരിക്കും പേടിച്ച്, നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെ ചെറിയ പ്രായത്തിൽ പല പല കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫ് ലോങ് അവരുടെ മനസ്സിലുണ്ടാവും. എനിക്ക് പേഴ്സണലി എൻ്റെ കുഞ്ഞിലെ എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്, ഈ ഹൊറർ ഐറ്റംസ് പറഞ്ഞിട്ട്. അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇതുപോലുള്ള ചില ഇൻസിഡൻസ് നമുക്കത് പോവാതെ മായാതെ കിടക്കും നമുക്ക്. അങ്ങനെ ഈ പെൺകുട്ടീനെ കഴുത്തിനൊന്നും കൂടി കുത്തിക്കയറി പിടിച്ചിട്ട് ഇപ്പോൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഭീഷണി. ഇങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്, എൻ്റെ അച്ഛൻ ഭ്രാന്ത് വന്നാണ് മരിച്ചിട്ടുള്ളത്, ഭ്രാന്ത് മൂത്ത് അതികഠിനമായ ഭ്രാന്ത് മൂത്താണ് എൻ്റെ അച്ഛൻ മരിച്ചിരിക്കുന്നത്. അപ്പം പാരമ്പര്യമായിട്ട് എനിക്കും ആ ഭ്രാന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കാണിച്ച് ചികിത്സ നേടാൻ നോക്കിയെങ്കിലും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നില്ല. ഈ ഭ്രാന്ത് അതികഠിനമായി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിന്നെ കൊല്ലണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ VRS എന്ന് പറയുന്ന ഈ ഓണർ ഇവളോട് പറഞ്ഞത്. എനിക്ക് ഭ്രാന്താണ്, എനിക്ക് പാരമ്പര്യമായി കിട്ടിയൊരു ഭ്രാന്താണ്, അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഞാനിപ്പോൾ, അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ എനിക്ക് നിന്നെ കൊല്ലണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഈ ലേഡി ഇവളോട് പറഞ്ഞു. ശരിക്കും പേടിച്ചു. നമ്മളാണെങ്കിൽ പേടിക്കൂലേ? ഞാനാണെങ്കിൽ ആ സമയത്ത് അവിടുന്ന് ബാഗും വേണ്ട ഡ്രസ്സും വേണ്ട ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. നമ്മൾ ശരിക്കും പേടിച്ചു. പക്ഷേ പുള്ളിക്കാരി ശരിക്കും പെട്ടിരിക്കുന്നൊരവസ്ഥയായിപ്പോയി. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു. അപ്പോൾ നേരം വെളുത്ത സമയത്ത് ഇവർക്ക് ഇത് ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഓണർ എന്ന് പറയുന്ന ലേഡീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവറിനോട് ഇവൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്നലെ എവിടെയാണ് പോയത്, ഈ VRS ഇന്നലെ എവിടെയാണ് പോയത് എന്നൊക്കെ ഓട്ടോ ഡ്രൈവറോട് ഈ പെൺകുട്ടി ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഇതുപോലൊരു മെൻ്റൽ ആശുപത്രിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ശരിക്കും സംശയമായി, ഇത് ഉറപ്പാണോ, ഈ പെണ്ണുങ്ങൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അറിയില്ല. അങ്ങനെ ഈ പെൺകുട്ടി ഇവരുടെ വീട്ടിലുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് സംഭവം സത്യമാണ്, ഈ VRSന് നട്ടപ്രാന്താണ്. അപ്പോൾ അവൾക്ക് ബോധ്യമായി, ഇത് ചുമ്മാ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, ഈ അമ്മച്ചിക്ക് ഭ്രാന്താണെന്ന് ഇവർക്ക് ഉറപ്പായി. ഈ ലേഡി പിന്നെ സൂറത്തിലേക്ക് തിരിച്ചുപോയി, എന്തോ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് സൂറത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നമ്മുടെ പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ഈ എന്നെക്കൊണ്ട് എഴുതി പേടിപ്പിച്ചതിന് ശേഷമാണ് ഇവർ സൂറത്ത് പോകുന്നത്. സൂറത്ത് പോയി തിരിച്ച് വരുന്ന സമയത്ത് ആദ്യം തിരിച്ച് വന്നു. ആ ടൈമിൽ ഫുള്ള് ആ മോളെ നോക്കിയത് ഞാനാണ്. ഇതിന് രാവിലെ യൂണിഫോം അയൺ ചെയ്ത് കൊടുത്ത്, അത് കുളിച്ചിട്ട് വരുന്ന വെയിറ്റ് ചെയ്ത്, അതിന് ടവൽ കൊടുത്ത്, അതിനെ തല തുടച്ച്, അതിന് യൂണിഫോം ഇടിപ്പിച്ച്, മുടി കെട്ടി, കണ്ണെഴുതി, ഒരുക്കി, എല്ലാം ചെയ്ത് കൊടുത്ത് അതിന് വണ്ടി കയറ്റി വിടുന്ന വരെ ഞാനാണ്. അത് കഴിഞ്ഞാൽ വൈകിട്ട് അതിന് സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വരുന്നത് ഞാനാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ സൂറത്ത് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ മോള് ഇവരില്ലാണ്ട് നിൽക്കത്തില്ല. അങ്ങനെ പിന്നെ അതും ഒരു കോലമായി, നല്ല ഗുണ്ടായിട്ടിരുന്ന കൊച്ചാണ്, ഒരു കോലമായി. അങ്ങനെ ഇതിനെയും കൊണ്ടുപോയി പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് പിന്നെ ഒരാഴ്ച അതിനെ പക്ഷേ കൂടെ നിർത്തിയുള്ള സൂറത്തില്ല. അപ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും തിരിച്ചുകൊണ്ടാക്കി. ആ ടൈമിലാണ് ഇവർ എന്നെ കൊല്ലും എന്ന് പറഞ്ഞുള്ള ഭീഷണിയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് ഫുൾ ടൈം സംശയവും കാര്യങ്ങളും ഒക്കെയാണ്. ഇവർ എല്ലാ രഹസ്യങ്ങളും വന്ന് എന്നോട്, ഞാൻ ചോദിച്ചിട്ടല്ല തുറന്നു പറഞ്ഞത്, എന്നോട് വന്ന് തുറന്നു പറഞ്ഞിട്ട് അത് പറയുമെന്ന് പേടിച്ചുകൊണ്ട് എനിക്കത് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് 200 രൂപ പത്രത്തിൽ എഴുതി പേടിപ്പിച്ചു. അത് കൂടാതെ അതും പോരാണ്ട് എന്നെ കൊല്ലും എന്നുള്ള ഭീഷണി. രാത്രി ഒരു 1 മണി 2 മണി ആവുന്ന സമയത്ത് എല്ലാവരും അവരുടെ വീട്ടിലെ ഈ പറഞ്ഞ ജോലിക്ക് നിൽക്കുന്ന അമ്മൂമ്മയും ഈ അപ്പൂപ്പനും ഈ അമ്മയുടെ ഹസ്ബൻഡും അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അപ്പൂപ്പനും ഇവരുടെ 2 മക്കളും എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ 1 മണിക്ക് 2 മണിക്കാണ് ഇവർ എൻ്റെ റൂമിൽ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നത്. റൂമിൽ വന്ന് വിളിച്ചുണർത്തിയിട്ട് അടുത്തിരുന്നിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡേ സംസാരിച്ചതെന്ന് വെച്ചാൽ
അതിൻ്റെ തലേ ദിവസം ഫുള്ള് ഇവരെന്നോട് സംസാരിക്കുന്നില്ലായിരുന്നു. ഞാനും കരുതി എന്താ എന്നോട് മിണ്ടാത്തതെന്ന് കരുതി. അതിൻ്റെ പിറ്റേ ദിവസം രാത്രി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് മിണ്ടാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, എൻ്റെ മനസ്സിൽ മൊത്തം നിന്നെ കൊല്ലണമെന്ന് ഭയങ്കരമായിട്ടൊരിത്. അപ്പോൾ എൻ്റെ മനസ്സ് നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇന്നലെ ഫുള്ള് മിണ്ടാഞ്ഞത്. ഇന്നലെ ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് പുള്ളിക്കാരുടെ അച്ഛന് മെൻ്റലായിട്ടാണ് പുള്ളിക്കാരുടെ അച്ഛൻ മരിച്ചത്. ഭ്രാന്ത് മൂത്താണ് മരിച്ചത്. അപ്പം ഈ പുള്ളിക്കാരുടെ അച്ഛനുണ്ടായിരുന്ന ഭ്രാന്ത് പുള്ളിക്കാരിക്കും വന്നിട്ടുണ്ടെന്ന്. പാരമ്പര്യമായിട്ട് തന്നെ വന്നത് കൊണ്ട് തന്നെ അത് ചികിത്സിച്ച് മാറ്റാൻ പാടാണ്. അത് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ വേർഡ്സ് തന്നെയാണ് പുള്ളിക്കാരി യൂസ് ചെയ്തതും. എൻ്റെ അച്ഛൻ ഭ്രാന്ത് പിടിച്ചാണ് മരിച്ചത്, എനിക്കും അതിൻ്റെ ഭ്രാന്ത് പാരമ്പര്യമായിട്ട് എനിക്കും വന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സ് നിന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ നിന്നെ കൊന്നു പോകുന്നുള്ള സിറ്റുവേഷൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ തന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച റെസിപ്റ്റും കാര്യങ്ങളും മെഡിസിൻസും എല്ലാം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് സത്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നിട്ട് ഇവർ പറഞ്ഞതാണ് എനിക്ക് നിന്നെ കൊല്ലണം എന്ന് മനസ്സ് പറഞ്ഞു. ഇപ്പം ഞാൻ ഗുളിക കഴിച്ച് നോർമലായിട്ടാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല നിന്നോട് ഞാൻ സംസാരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അന്ന് രാത്രി ഫുള്ള് ഞാൻ അത് പേടിച്ച് ഞാൻ ഉറങ്ങിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഈ പുള്ളീനെ ഒരു ഓട്ടോയിലാണ് പോയത്. ആ ഓട്ടോക്കാരൻ എനിക്കറിയാവുന്ന ചേട്ടനാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോക്കാരനായിരുന്നു. ആ ഓട്ടോക്കാരൻ്റെ നമ്പർ ഈ പുള്ളിക്കാർക്ക് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഓട്ടോയിൽ തന്നെയാണ് പോയത്. അപ്പോൾ ആ ചേട്ടനെ ഞാൻ വിളിച്ച് ചോദിച്ചു, ചേട്ടൻ ഇതിനൊക്കെ എവിടെയെങ്കിലും ഇന്നലെ പോയായിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞു, ഇതിനൊക്കെ ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ മറന്നു, ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അകത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ പുറത്ത് ഓട്ടോയിൽ വെയിറ്റ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇവർ പോയിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്, എന്നെ പേടിപ്പിക്കാനുണ്ടാക്കിയ ഒരു കള്ളക്കഥയല്ല എന്നും വ്യക്തമായി. പിന്നെ ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫ് പറയുന്ന ഒരു വീഡിയോക്കകത്ത് ഇവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അച്ഛന് ഭ്രാന്തായിരുന്നു, അങ്ങനെയാണ് മരിച്ചെന്നുള്ളതൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫ് പറയുന്ന ഒരു വീഡിയോക്കകത്ത് ഇവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും അപ്പോൾ എനിക്കത് ബോധ്യമായി പോയിട്ടുണ്ടെന്ന് ആ ഓട്ടോ ചേട്ടനും കൂടെ പറഞ്ഞപ്പം. പിറ്റേ ദിവസം രാത്രി ഇത് കണക്ക് എൻ്റെ വന്നിരുന്നിട്ട് ഞാൻ ഇന്ന് ഗുളിക കഴിച്ചില്ല, എന്താണെന്നറിയോ, എനിക്ക് ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഗുളിക കഴിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നെ കൊല്ലണം എന്നുള്ള ഭയങ്കര ഒരു ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭീഷണി ഭയങ്കരമായിട്ട്. ആ സമയത്ത് ഇവരുടെ കണ്ണൊക്കെ ചുമന്ന് ഇവർ ഭയങ്കര ഈ സിനിമയിലൊക്കെ ശരിക്കും അങ്ങനത്തെ ഒരു സീൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും മുന്നിൽ കണ്ടു. അത് രാത്രി 1 മണി 2 മണി സമയത്ത് വന്നിരുന്ന് എല്ലാവരും ഉറങ്ങി നിശബ്ദമായ സമയത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് ആ രീതിയിലാണ് അവർ സംസാരിച്ചത്. ഭയങ്കരമായിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയില്ല. അതിൻ്റെ 3ാമത്തെ നൈറ്റ് ഇവർ വന്ന് സംസാരിക്കാനായിട്ടൊന്നും വന്നില്ല. പക്ഷേ 3ാമത്തെ നൈറ്റ് ഫുള്ള് ഞാൻ ഉറങ്ങാതിരുന്നു. ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോഴത്തേക്ക് ഇവരെന്നെ കൊല്ലാൻ വരുന്നതിൻ്റെ സ്വപ്നം കണ്ട് പേടിച്ചുണർന്ന് അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അനുഭവിച്ചത് എനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതെനിക്ക് ഒരിക്കലും എനിക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റത്തില്ല. ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ ഞാൻ വല്ലാണ്ടത് ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഭയക്കുന്നുണ്ട്. പക്ഷേ ഇന്നാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒരു ഭയക്കുമായിരുന്നു എന്നോ അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യാൻ എനിക്കറിയാം ഇന്ന്. പക്ഷേ അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ചിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല. അന്നത്തെ ആ ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ ആ ഒരു പേടി ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്കുണ്ട്. അപ്പം അതിൻ്റെ 3ാമത്തെ ദിവസം ഇവർ വന്നില്ല. പക്ഷേ എനിക്ക് സ്വപ്നം കണ്ട് പേടിച്ചുണർന്ന് അങ്ങനെ അന്ന് രാത്രി ഫുള്ള് പിന്നെയും ഞാൻ ഉറങ്ങിയില്ല. 4ാമത്തെ ദിവസം രാവിലെ ഇവർ സൂറത്ത് പോയി. അന്ന് ഞാൻ ഷോപ്പിൽ പോയി ഞാൻ അവിടെ നിന്ന് നല്ല രീതിയിൽ ഉറക്കം മയങ്ങുക. ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, ഒട്ടും പറ്റത്തില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ, ഇവർ സൂറത്തിന് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ചിന്തിച്ച് ഞാൻ അപ്പം തന്നെ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനൊക്കെ അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്യണം, അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകണം, ഒരാഴ്ച എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ലീവ് ചോദിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റും എൻ്റെ. അങ്ങനെ ഞാൻ ഒരാഴ്ച ലീവ് ചോദിച്ചാൽ അവർ അന്ന് പോയിക്കോളാനും പറഞ്ഞു. ഞാനങ്ങനെ ബാഗെല്ലാം എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലെ എൻ്റെ ഈ ഫ്രണ്ടും ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് വലിയൊരു സംഭവം ഉണ്ടായി. വെയിറ്റ് ഫോർ പാർട്ട് 4.